അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിശുദ്ധ റമളാനിലെ വളരെ പ്രധാനപ്പെട്ട അവസാനത്തെ പത്താണ് നമ്മളിലേക്ക് ആഗതമായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ രാവുകളും പകലുകളുമാണ് വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങൾ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ റമളാനിലെ ജീവിതം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫി റമളാന മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. മറ്റുള്ള മാസങ്ങളിൽ ഉള്ളതിനേക്കാളും ഏറെ ഇബാദത്തിൽ മുഴുകിയിരുന്നു വിശുദ്ധ റമളാനിൽ. അഫിൽ അശ്രിൽ അവാഖിരി മിൻഹു, ആ റമളാനിൽ തന്നെ അവസാനത്തെ 10 മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി, മറ്റ് 2 പത്തുകളിലേക്കാളും ഏറെ അവിടുന്ന് അധ്വാനിച്ചിരുന്നു, അതായത് ഇബാദത്തിൽ കൂടുതലായി മുഴുകിയിരുന്നു എന്ന് മഹദി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10 കടന്നു വന്നാൽ, ഇദാ ദഖലൽ അശ്റുൽ അവാഖിറു, അവസാനത്തെ 10 കടന്നു വന്നാൽ, മിൻ റമളാൻ അഹിയൽ ലൈല, എല്ലാ രാത്രിയും അവിടുന്ന് ഹയാത്താക്കിയിരുന്നു. വയക്കൽ അഹ്ലഹു, അവിടുത്തെ അഹ്ലിനെ, കുടുംബത്തെ വിളിച്ചുണർത്തി ഇബാദത്തിന് പ്രേരിപ്പിച്ചിരുന്നു. വജദ്ദ, വളരെയധികം കഠിനാധ്വാനത്തോടുകൂടെയായിരുന്നു അവസാനത്തെ 10 അവിടുത്തെ ഇബാദത്ത് നിർവഹിച്ചിരുന്നത്. വശദ്ദൽ മീസർ, അവിടുത്തെ അരയുടുപ്പ് മുറുക്കിയെടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. നമ്മൾ ഒരു അധ്വാനമുള്ള ജോലിയിലേക്ക് ഇറങ്ങുമ്പോൾ തുണിയൊക്കെ ഒന്ന് ശരിക്കും ഉടുക്കും, അതിനെ സൂചിപ്പിച്ചുകൊണ്ട്, അതായത് കൂടുതലായി ഇബാദത്തിൽ അവിടുന്ന് ശ്രദ്ധ കൊടുത്തിരുന്നു അവസാനത്തെ 10. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കും മുഅ്മിനീങ്ങളാകുന്ന നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്തൊക്കെ നമുക്ക് അവിടുത്തെ ഇത്തിബായ് ചെയ്യുന്നുണ്ട്. ഈ വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 കൂടുതലായി ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് സജീവമാക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തൊക്കെ ഇബാദത്തുകളാണ് വിശുദ്ധ റമളാനിൽ, പ്രത്യേകിച്ച് അവസാനത്തെ 10 നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാം. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശുദ്ധ റമളാനിൻ്റെ ബഹുമാനത്തിന് നിരക്കാത്ത, അനാദരവുണ്ടാക്കുന്ന ഒരു വാക്കോ പ്രവർത്തനമോ നമ്മളിൽ നിന്നുണ്ടാകരുത്. അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. അനാവശ്യമായ സംസാരങ്ങളും മറ്റൊക്കെ പൂർണ്ണമായും നമ്മൾ ഉപേക്ഷിക്കുക. കൂടുതൽ മൊബൈൽ ഉപയോഗങ്ങളും മറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഖൽബ് ശുദ്ധിയായിരിക്കണം. മറ്റുള്ളവരോട് പിണക്കം, വെറുപ്പ്, വിദ്വേഷം, അത്തരം ഖൽബിൻ്റെ ഉടമകൾക്ക് ലൈലത്തുൽ ഖദറിൻ്റെ ഒരു മഹത്വം ലഭിക്കുകയില്ല എന്ന് ഹദീസിൽ തന്നെ വന്നതാണ്. ആരോടെങ്കിലൊക്കെ പിണങ്ങി നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയറാക്കണം. മനസ്സ് ശുദ്ധിയായിരിക്കണം, വിശാലമായ മനസ്സിൻ്റെ ഉടമയായിരിക്കണം. പ്രത്യേകിച്ച് അഫ്വ് കിട്ടുന്ന 10. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ദുആണ്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മാപ്പ് ഇരക്കുന്ന, അള്ളാഹു മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനും മാപ്പ് കൊടുക്കുന്നവനുമാണ്, എനിക്ക് മാപ്പ് തരണേ എന്നർത്ഥമുള്ള മഹത്തായ ദുആ കൂടുതൽ അധികരിപ്പിക്കേണ്ട രാത്രികളാണ് ഈ അവസാനത്തെ 10 രാത്രികൾ, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദർ സാധ്യതയുള്ള. അപ്പം അതുകൊണ്ട് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത്, ഹദീസിൽ പ്രത്യേകം വന്നത്, ഒന്ന് ഖിയാമുൽ ലൈലാണ്. ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, രാത്രി എന്ന് പറയുന്നത് മഗ്രിബ് മുതൽ സുബഹി വരെയുള്ളതിനാണ് രാത്രി എന്ന് പറയുന്നത്. ഈ ഇടയിലുള്ള സമയത്ത് നമുക്ക് എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്യാം? ഒന്ന് നിസ്കാരമാണ്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ. ഫർള് മഗ്രിബ് ഇശ ആണ് രാത്രി നമുക്ക് കിട്ടുന്ന 2 നിസ്കാരങ്ങൾ. അത് പരമാവധി ജമാഅത്തായി തന്നെ നിർവഹിക്കുക. അത് രണ്ടും നമുക്ക് ലഭിച്ചാൽ ലൈലത്തുൽ ഖദറിൻ്റെ കുറഞ്ഞ വീതം എനിക്ക് ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾക്ക് പുറമെ മഗ്രിബിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഒരു 2 റക്അത്തെങ്കിലും അവ്വാബീൻ സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കുക. ചുരുങ്ങിയത് 2 റക്അത്താണ്, കൂടിയാൽ 20 റക്അത്താണ്. പിന്നെ നമ്മൾ വിത്ർ 11 തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക അവസാനത്തെ 10 എല്ലാ രാത്രിയിലും, പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകളിൽ. അതുപോലെ തസ്ബീഹ് നിസ്കാരം, ഇതൊക്കെ വലിയ പവറുള്ള മഹത്വമുള്ള നിസ്കാരങ്ങളാണ്. അത് ഒറ്റയിട്ട രാവുകളിൽ നിർബന്ധമായും നമ്മളത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
പിന്നെ തഹജ്ജുദ്, ഉറങ്ങി എഴുന്നേച്ചവർക്കാണ് തഹജ്ജുദ് ഉള്ളത്, തഹജ്ജുദും. അങ്ങനെ രാത്രികൾ നിസ്കാരം കൊണ്ട് ഹയാത്താക്കലാണ് ഒന്നാമതായി നമ്മൾ ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ഒന്ന് പുരുഷന്മാർക്കാണെങ്കിൽ എഴുത്തിക്കാഫാണ്. പരമാവധി അവസാനത്തെ 10 എഴുത്തിക്കാഫിന് നമ്മൾ സമയം കണ്ടെത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായും അവസാനത്തെ 10 എഴുത്തിക്കാഫിരുന്നു എന്ന ഹദീസിലുള്ളതാണ്. പിന്നെ വിശുദ്ധ ഖുർആൻ ഒത്ത് ഖുർആൻ ഇറങ്ങിയ രാത്രിയാണല്ലോ ലൈലത്തുൽ ഖദർ, മാസവുമാണ് വിശുദ്ധ റമദാൻ. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഖുർആനൊത്ത് വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലെ വളരെ പവറുള്ള സൂറത്തുകൾ, ഇപ്പോൾ യാസീൻ സൂറത്ത്, ഒരു യാസീൻ ഓതിയാൽ 10 ഖത്ം ഓതിയ കൂലിയാണ്. ഖുൽ ഹുവല്ലാഹു 10 ജുസ് ഓതിയ കൂലിയാണ്. 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ, ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ 1 ഖത്മോ. ഇങ്ങനെ വളരെ പവർ ഉള്ള സൂറത്തുകൾ, ആയത്തുൽ കുർസി, ആമന റസൂലൊക്കെ തുടങ്ങിയിട്ടുള്ള അത് പരമാവധി വർദ്ധിപ്പിക്കുക. എന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കൂലി നമുക്ക് സമ്പാദിക്കാൻ കഴിയും. അങ്ങനെ ഖുർആനൊത്ത് അധികരിപ്പിക്കുക ഒന്ന്. മറ്റൊന്ന് തഹ്ലീൽ, ഇസ്തിഗ്ഫാർ, തഹ്ലീൽ, ഇതൊക്കെ പ്രത്യേകിച്ച് മഹാന്മാർ സൂറത്തുൽ ഖദറിൻ്റെ തഫ്സീറിൽ പ്രത്യേകം എഴുതി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, തഹ്ലീൽ അധികരിപ്പിക്കുക, അതുപോലെ തന്നെ തസ്ബീഹ്, ഹംദ്, ഇതൊക്കെ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ സ്വതക്ക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ 5 രാത്രികൾ നമുക്ക് എത്രയാണോ കഴിയുന്നൊരു സംഖ്യ നമ്മൾ സ്വതക്ക കൊടുക്കുക. അത് പാവങ്ങൾക്ക് കൊടുക്കാം, നമുക്ക് ഇൽമിൻ്റെ വഴിയിൽ ചെലവഴിക്കാം, പള്ളി, മദ്രസ, ദീനി സ്ഥാപനങ്ങൾക്കൊക്കെ. ഈ 5 രാത്രിയിലും, കാരണം ഈ രാത്രിയുടെ പവർ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തിനേക്കാൾ എത്രയോ മേലെയാണ്. 1000 മാസം എന്നല്ല പറഞ്ഞത്, ചുരുങ്ങിയതെടുത്താൽ തന്നെ 1000 മാസത്തിൻ്റെ കണക്കെടുത്താൽ തന്നെ 83 കൊല്ലം 4 മാസം ഇബാദത്തെടുത്ത കൂലി ഒറ്റ രാത്രി കൊണ്ട് അള്ളാഹു തരുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. നമ്മൾ ഒരു 100 കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇബാദത്ത് ആറ്റിക്കുറുക്കി നോക്കിയാൽ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് ഒറ്റ രാത്രി കൊണ്ട് 83 കൊല്ലം 4 മാസം ഇബാദത്തെടുത്ത കൂലി അള്ളാഹു തരുന്നുണ്ടെങ്കിൽ അത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ഒരു സ്വതക്ക നമ്മൾ കൊടുക്കുമ്പോൾ 83 കൊല്ലം സ്വതക്ക എടുത്ത കൂലി നമുക്ക് കിട്ടുകയാണ് ഈ രാത്രിയിൽ. അപ്പോൾ അത് ഏത് രാത്രിയാണെന്ന് എടുക്കുമ്പോൾ നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് 5 രാത്രിയും പരമാവധി അതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ സ്വലാത്ത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി, പിന്നെ തൗബ, ദുആ, ഇതൊക്കെ വളരെ ഇജാബത്തുള്ള സമയങ്ങളാണല്ലോ. പരമാവധി ഇത്തക്കിൻ്റെ 10 നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കാനും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനും അങ്ങനെ പരമാവധി ഇബാദത്തുകളെ കൊണ്ട് ഈ രാത്രി നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്ര ഹിയായി ചെയ്യാം. മഗ്‌രിബ് മുതൽ തന്നെ രാത്രി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് മഗ്‌രിബ് മുതൽ തന്നെ നമ്മുടെ ലൈലത്തുൽ ഖദറിൻ്റെ ഭാഗമായിട്ടുള്ള ഇബാദത്തുകൾ ആരംഭിക്കുകയാണ്. പിന്നെ തറാവീഹൊക്കെ കഴിഞ്ഞിട്ട് എത്രത്തോളം നമുക്ക് കഴിയോ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ നമുക്ക് ഉറക്ക് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് സുബഹിൻ്റെ മുമ്പ് നമ്മൾ അത്താഴത്തിന് സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാളും കൂടുതൽ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ആ സമയത്തുള്ള കർമ്മം, പ്രത്യേകിച്ച് തഹജ്ജുദ്, സഹറിൻ്റെ അത്താഴ സമയം തന്നെ വളരെ പവറുള്ള സമയമാണ്. അവിടെ ഇസ്തിഗ്ഫാർ ചെല്ലുന്നതും അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതും ദുആ ചെയ്യുന്നതൊക്കെ അല്ലാഹു തആല പ്രത്യേകമായി അവൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന സമയമാണ്. ഇങ്ങനെ പരമാവധി ഈ വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10, അതിൽ പ്രത്യേകിച്ചും ഒറ്റയിട്ട രാവുകൾ പരമാവധി നമ്മൾ ഇബാദത്തിന് വേണ്ടി, ഇഹ്യാ ചെയ്യാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്തുകൊണ്ട് അവസാനത്തെ 10 കൂടുതൽ അവിടുന്ന് പരിഗണിച്ചു എന്ന് ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പരമാവധി ഈ സമയങ്ങൾ, രാത്രികളും പകലുകളുമൊക്കെ ഇബാദത്തിൽ ധന്യമാക്കാൻ ഉപയോഗപ്പെടുത്തി ഈ വിശുദ്ധ റമളാനിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സമ്മാനം മഗ്ഫിറത്താണ്. ദോഷം പുറത്ത് കിട്ടി നമ്മളൊന്ന് ശുദ്ധിയാവണം. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുടെ ഉടമകളായിട്ട് മാറണം. ഈ വിശുദ്ധ റമളാനിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും ഇത്തക്കുമൊക്കെ നമുക്ക് കിട്ടി പുതിയ ഒരു മനുഷ്യനായി നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കാൻ പരമാവധി ഇബാദത്തുകളും നമ്മളെ തൗബയും ദുആയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. നമുക്ക് തൗഫീഖ് അല്ലാഹു തആല ഏറ്റിത്തരട്ടെ. ഖൈറിൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. തൗബ, നസുഹായ തൗബ അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.